എടാ ഈ RTR-നും RR-നും BTO എന്ന് പറയുന്ന സാധനമുണ്ട്, അതെന്തുവാ? എടാ BTO എന്ന് പറയുന്നത് ബിൽഡ് ടു ഓർഡർ എന്നാണ്. TVS നമുക്ക് വാഹനം വാങ്ങിക്കുന്ന സമയത്ത് തന്നെ, അതായത് ഈ 2 മോഡൽസ് വാങ്ങിക്കുമ്പോൾ തന്നെ വാഹനത്തെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് തരുന്ന ഒരു ഓപ്ഷനാണ്. കസ്റ്റമൈസേഷൻ എനിക്ക് അങ്ങനെ എക്സൈറ്റഡ് ഒന്നും വേണ്ട, നമ്മുടെ കളർ മാറ്റുമോ ഫെയറിങ് മാറ്റുമോ പരിപാടികളൊന്നുമല്ല. വണ്ടിയുടെ കൂടെ 2 കിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓണ കിറ്റ് ഒന്നുമല്ല, അതായത് റേസ് കിറ്റ്, ഡൈനാമിക് കിറ്റ്. അതെ, ഈ ഒരു RTR-ന്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡൈനാമിക് കിറ്റ്, ഡൈനാമിക് പ്രോ കിറ്റ്, അങ്ങനെ 2 കിറ്റാണ്. അപ്പോൾ ഡൈനാമിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരും, ടയർ പ്രഷർ മോണിറ്റർ വരും, അതുപോലെ തന്നെ ബ്രാസ് ചെയിൻ വരും. ഡൈനാമിക് പ്രോ കിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ സീറ്റ് വരുന്നുണ്ട്, 6 ആക്സിസ് IMU ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഷൂട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിലേത് വേണമെന്ന് കോൺഫിഗർ ചെയ്തിട്ട് അതിനുള്ള പേയ്മെൻറ്റ് അടച്ചിട്ടാണ് വണ്ടി വാങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ ബൈ ഫാക്ടറി ഫിറ്റഡ് ആയിട്ടായിരിക്കും നിനക്ക് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. നിനക്കൊന്നും അഡീഷണൽ ആയിട്ട് ഒരു ആക്സസറി ആയിട്ടോ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടോ ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എടാ ഇതിനകത്ത് പക്ഷേ ക്ലൈമറ്റ് കൺട്രോൾ സീറ്റ് ഉണ്ട്, ഈ സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ അല്ല. അത് ഇത് BTO വാഹനമാണ്, പക്ഷേ ഇതിനകത്ത് ഒരു കിറ്റേ വെച്ചിട്ടുള്ളൂ, നമ്മുടെ ഡൈനാമിക് പ്ലസ് അല്ലെങ്കിൽ ഡൈനാമിക് പ്ലസ് എന്നുള്ള കിറ്റാണ് വെച്ചേക്കുന്നത്. ഡൈനാമിക് കിറ്റ് ഇതിൽ വെച്ചിട്ടില്ല. ഡൈനാമിക് കിറ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നത്. സോ അങ്ങനെയും നിനക്ക് ചൂസ് ചെയ്യാം. 2 കിറ്റ് കൂടെ നീ ഒന്നിച്ചെടുക്കണമെന്നില്ല. നിനക്ക് ഏത് കിറ്റാണോ വേണ്ടത് ആ കിറ്റ് മാത്രമായിട്ട് നിനക്ക് ഈ ഒരു വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അത് നൈസാണ്.